ഹലോ എവരിവൺ. ഇന്ന് നമുക്കൊരു പുതിയൊരു ആപ്പ് പരിചയപ്പെടാം. എനിക്ക് ഇടയ്ക്ക് ഒരു പ്രാവശ്യം DM-ൽ വന്നൊരു ചോദ്യമുണ്ട്, അഡോബ് ലൈറ്റ് റൂം ഫ്രീ ആയിട്ട് കിട്ടാൻ വഴിയുണ്ടോ എന്ന്. ഫ്രീ ആയിട്ട് അഡോബ് ലൈറ്റ് റൂം കിട്ടത്തില്ല, പക്ഷെ എന്നാൽ അഡോബ് ലൈറ്റ് റൂമിൻ്റെ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പ് കിട്ടും. ആ ആപ്പിൻ്റെ പേരാണ് ഡാർക്ക് ടേബിൾ എന്നുള്ളത്. ഈ ഡാർക്ക് ടേബിൾ എന്ന് പറയുന്നൊരു ഓപ്പൺ സോഴ്സ് ആപ്പാണ്. നമ്മുടെ ഇമേജിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ലൈറ്റ് റൂമിന് പകരമായിട്ട്. എന്താണ് ഈ ഓപ്പൺ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ആപ്ലിക്കേഷൻ എഴുതാൻ ഉപയോഗിച്ച കോഡ് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ കോഡ് മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡിഫിക്കേഷൻ വരുത്തി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ കമ്പയറിങ് ലൈറ്റ് റൂം, നമുക്ക് എന്തൊക്കെയാണ് ഡാർക്ക് ടേബിളിൽ വ്യത്യാസമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കോസ്റ്റ് പറഞ്ഞു തന്നെ തുടങ്ങാം. അഡോബ് ലൈറ്റ് റൂം എന്നുള്ളത് പണ്ട് വൺ ടൈം പർച്ചേസ് ഉള്ളൊരു ആപ്പ് ആയിരുന്നെങ്കിലും ഇപ്പോൾ അത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആപ്പാക്കി. വേറാസ് ഈ ഡാർക്ക് ടേബിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അഡോബിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്നുള്ള പരിപാടിയായിരുന്നു ക്ലൗഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്താലും അത് ക്ലൗഡിലേക്ക് തന്നെ അതിൻ്റെ ഒരു കോപ്പി അപ്ലോഡ് ചെയ്ത് വെക്കും. വേറെ ഡാർക്ക് ടേബിളിന് ക്ലൗഡ് ഇൻ്റഗ്രേഷനേ ഇല്ല, നമ്മുടെ ലോക്കൽ സ്റ്റോറേജിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അഡോബിൻ്റെ വേറൊരു സ്ട്രാറ്റജി ആയിരുന്നു അഡോബിൻ്റെ തന്നെ സകലമാന ആപ്ലിക്കേഷൻസ് ഇറക്കുക എന്നുള്ളത്, മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഇറക്കുക എന്നുള്ളത്. അഡോബ് ലൈറ്റ് റൂമിന് ആപ്ലിക്കേഷൻ ഉണ്ട്, വേറെ ഡാർക്ക് ടേബിളിന് ഇല്ല. ഇനിയാണ് മെയിനായിട്ടുള്ള പോയിന്റ്, ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അഡോബ് ലൈറ്റ് റൂം എന്ന് പറയുന്നത് മാക് OS-ഉം വിൻഡോസിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഡാർക്ക് ടേബിൾ മാക് OS-ലും വിൻഡോസിലും അതുമാത്രമല്ല ലിനക്സിലും വർക്ക് ചെയ്യും. ഇതാണ് ഡാർക്ക് ടേബിളിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു UI എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നടുക്കായിട്ട് ഏറെക്കുറെ ലൈറ്റ് റൂം പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവിടെ മുകളിലായിട്ട് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റാൾ സെക്ഷനിൽ പോകുമ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻ കാണുന്നുണ്ട്: സോഴ്സ് കോഡ്, വിൻഡോസ്, മാക് OS. ഈ സോഴ്സ് കോഡാണ് നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കോഡ് നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ വിൻഡോസിനുള്ളതും ഇവിടെ മാക്കിനുള്ളതും. ലിനക്സിനുള്ള പാക്കേജ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഏത് പാക്കേജ് മാനേജറാണോ അത് ഓരോ ലിനക്സിൻ്റെ ഡിസ്ട്രോ പോലെ ഇരിക്കും. ഇപ്പോൾ ഉബുണ്ടുവിന് ഉബുണ്ടു പാക്കേജ് മാനേജർ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണ്ട വേർഷൻ ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ മാക്ബുക്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡാർക്ക് ടേബിളിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ പഴയ പിക്കാസ ഇമേജ് വ്യൂവർ ആപ്പിൻ്റെ പോലത്തെ ലോഗോ ആണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഡാർക്ക് ടേബിൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ UI എന്ന് പറയുന്നത്. നമുക്കിതിലേക്കൊരു ഇമേജ് ആഡ് ചെയ്ത് തന്നെ നോക്കാം. പിന്നെ ബൈ ദ വേ, എനിക്ക് ഇമേജ് എഡിറ്റിങ്ങിൽ വലിയ ഐഡിയകളൊന്നുമില്ല. ഞാനും ഈ ആപ്പ് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളും ഈ ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഈസിയാണ് ലൈറ്റ് റൂം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളം ഈസിയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ടു ലൈബ്രറി എന്നൊരു ഓപ്ഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു ഫോട്ടോ നമുക്ക് തൽക്കാലം ആഡ് ചെയ്ത് നോക്കാം. നെറ്റിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ലൈറ്റ് റൂമിലെ പോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഷാർപ്പൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഷാർപ്പൻ എന്നുള്ള ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ട്. ഡാർക്ക് ടേബിൾ ഉപയോഗിച്ചതോടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ലൈറ്റ് റൂമിനെക്കാട്ടിലും ഒരു പൊടിക്ക് സ്പീഡ് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് എപ്പോഴും ഡാർക്ക് ടേബിൾ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ റീടച്ച് എന്നുള്ള ഓപ്ഷനിൽ പോവാം. റീടച്ച് ഒന്ന് ഓണാക്കാം. എനിക്കും വലിയ പിടുത്തമില്ല, അതാണ് ഞാനും ഇത് ഫസ്റ്റ് ടൈം ട്രൈയിങ് ആണ്. ക്രോമാറ്റിക് അബറേഷൻസ്, ലെൻസ് കറക്ഷൻ. ലെൻസ് കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഇത് ലെൻസ് നോട്ട് ഫൗണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി അത് ക്യാമറയിലോ അല്ലെങ്കിൽ ഒരു ഫോണിലോ എടുത്ത പടമായിരിക്കണം. പോസ്റ്റ് പ്രൊഡക്ഷന് മുമ്പ് എടുക്കുന്ന ഫോട്ടോ ആയിരിക്കണം തോന്നുന്നു ചെയ്യേണ്ടത്. ഡീനോയ്സ് ഒന്ന് ചെയ്ത് നോക്കാം. നോയ്സ് റിമൂവൽ. കളർ കൊള്ളാം. പൊതുവേ എനിക്കൊന്ന് ലൈറ്റ് റൂം വെച്ച് നോക്കുമ്പോൾ ഡാർക്ക് ടേബിളിൻ്റെ ലേണിംഗ് കർവ് ഇതിലൂടെ കട്ടിയാണ്. എന്നാലും കുഴപ്പമില്ല. ലൈക്ക് എല്ലാത്തിനും ഒരു ലേണിംഗ് കർവ് ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു പോയിന്റ് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. കളർ ബാലൻസ് അല്ല. ഇത് ഓണാക്കി നോക്കാം. നൈസ്. RGB പ്രൈമറീസ് എന്താണ് സംഭവം? ഓക്കെ, കളർ കാലിബ്രേഷനൊക്കെ ഉണ്ടല്ലേ, കൊള്ളാം. ഇനിയിപ്പോൾ ഇവിടെ മുകളിൽ ഇവിടെ അതറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ടെതറിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ലൈറ്റ് റൂമിൽ നമുക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ക്യാമറയിൽ നിന്ന് ഒരു ഡേറ്റ കേബിൾ എപ്പോഴും കമ്പ്യൂട്ടറിലേക്ക് കണക്റ്റഡ് ആണ്.
അതുവഴി ഇവർ ക്ലിക്ക് ചെയ്യുന്ന ഫോട്ടോ അപ്പോൾ തന്നെ ലൈറ്റ് റൂമിൻ്റെ കാറ്റലോഗിലേക്ക് ആഡപ്പ് ആവുന്നതാണ്. അതുപോലെ ഇതിലും ആ ഫീച്ചറുണ്ട്. എൻ്റെ കയ്യിലൊരു ക്യാമറ ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റത്തില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ സ്നാപ്ഷോട്ട്സ്, ഹിസ്റ്ററി, ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത് അതെല്ലാം ഇവിടെ ഹിസ്റ്ററി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ചെയ്തത്, സ്റ്റെപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ. ഇമേജിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ തന്നെ പറയുന്നുണ്ട്. അത് ഏത് അപ്പർച്ചർ വാല്യൂ ആണ്, നൈസ്, അത് ഏത് റെസൊല്യൂഷനാണ്. ഇനി നമുക്കിവിടെ തന്നെ ലാസ്റ്റുള്ള ഓപ്ഷനാണ് എക്സ്പോർട്ട്. നമ്മൾ ഈ ചെയ്ത ഇമേജിനെ നമുക്ക് റീടച്ച് ചെയ്ത ഇമേജിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്വാളിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ 100 ഇടാം. അത് ഏത് ഫോർമാറ്റിൽ വേണം, JPG വേണോ, JPG 2000 XL, PDF വേണോ, PNG വേണോ, TIFF വേണോ, ഏറെക്കുറെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഫോർമാറ്റുകളെല്ലാം ഉണ്ട്. നൈസ്. അപ്പ് സ്കെയിലിംഗ് വേണോ വേണ്ടതെന്നൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പിക്ചേഴ്സിൽ ഡാർക്ക് ടേബിൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് തപ്പി നോക്കാം. പിക്ചേഴ്സ് ഡാർക്ക് ടേബിൾ ഇല്ലേ? ഓക്കെ, ഡാർക്ക് ടേബിൾ എക്സ്പോർട്ടർ ഇവിടെ താഴെ കിടക്കുക. ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോ, ഇത് റോ ആയിട്ടുള്ള ഫോട്ടോ. ഇതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്തിരി ഒന്ന് മെനക്കെട്ട് പഠിക്കാൻ എളുപ്പമാണെങ്കിൽ എഡിറ്റിംഗ് ഇത്തിരി കൂടെ ഈസി ആവും തോന്നുന്നു. നൈസ് നൈസ് നൈസ്. നല്ല ആപ്പ് കൊള്ളാം. ലൈക്ക് എക്സെപ്റ്റ് ദ ലേണിംഗ് കർവ്, അതായത് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ഡാർക്ക് ടേബിൾ ഈസ് വേ ബെറ്റർ. വേ ബെറ്റർ എന്ന് ഞാൻ ഒറ്റ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞതല്ല. ഒരു ബിഗിനറാണ് ഫോട്ടോഗ്രാഫി ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും റെക്കമെൻഡഡ്, പ്രൊഫഷണലി ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ലൈറ്റ് റൂമിൽ തന്നെ ചൂസ് ചെയ്യുക. നിങ്ങൾ പ്രൊഫഷണലി ഫോട്ടോ എടുക്കുന്ന ഒരാളാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഡോബ് ലൈറ്റ് റൂം തന്നെ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊരു ബിഗിനറാണ്, എന്നാൽ നിങ്ങൾക്ക് അത്രയും കോംപ്ലക്സ് ആയിട്ട് ഭയങ്കര എഡിറ്റിങ് വേണ്ട, എന്നാൽ നിങ്ങളിൽ അത്രയും ബഡ്ജറ്റില്ല ലൈറ്റ് റൂം പർച്ചേസ് ചെയ്യാൻ, എന്നാൽ ക്രാക്കും വേണ്ട എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഡാർക്ക് ടേബിൾ ചൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, അല്ലെങ്കിൽ നെവർ ഗോ ഫോർ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഡാർക്ക് ടേബിൾ എന്നുള്ള ആപ്പിനെ പറ്റിയായിരുന്നു ഇന്ന്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഐ തിങ്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ലൈറ്റ് റൂം വെച്ച് നോക്കുമ്പോൾ ഓരോന്നിൻ്റെയും. അപ്പാർട്ട് ഫ്രം ദ ലേണിംഗ് കർവ് ഭയങ്കര ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നൊരു ബിഗിനർ ഫ്രണ്ട്ലി, അതൊരു ബിഗിനർ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് റൂം പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ട് ഇല്ല എങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഡാർക്ക് ടേബിൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരിക്കും ബൈ.